കോച്ച്, നമ്മളെ ലക്ഷ്യമാക്കിയതാ ആരോ വരുന്നു. അത് ബ്ലാസ്റ്റേഴ്സാണ്. നമ്മുടെ ആദ്യ പോരാട്ടം ഇവന്മാർക്കെതിരെയാണ്. അതുകൊണ്ട് ആദ്യം ഇവന്മാരെ തീർക്കണം. അതുകൊണ്ട് പോയി കൊന്നിട്ട് വേണം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് വിജയിച്ചു. പക്ഷേ ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ വെരി ബാഡ് മാച്ച് തന്നെയായിരുന്നു. ഒരു ഐ ലീഗ് ടീമിനെതിരെ പോലും ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിൽ ഇറങ്ങാനോ അതുപോലെ കളിക്കാനോ പറ്റുന്നില്ല. ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ അടിച്ച് കോൾഡ് ഓബിയേറ്റാണ്. അത് ലാസ്റ്റ് ടൈമിലാണ് ഒരു ഗോൾ ഒന്ന്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കളി ഡ്രോ തന്നെയായി. പിന്നെ ഈ ഒരു കളി വെച്ച് നോക്കുകയാണെങ്കിൽ ISL വല്ല പ്രതീക്ഷ ഒന്നുമില്ല. അത് മാത്രമല്ല, ഈ ഒരു സൂപ്പർ കപ്പിൽ തന്നെ നമുക്ക് ഡൽഹിനെ തന്നെ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് വളരെ ടോപ്പ് തന്നെയാണ്. കാരണം ഈ ഒരു മത്സരം വെറും ഒരു വാസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. സോ ഇതിന് നമുക്ക് പല ഒപ്പീനിയൻ പറഞ്ഞ് പരിഹരിക്കാം. കാരണം ഇത് ഫസ്റ്റ് മാച്ചാണ്, താരങ്ങൾക്കൊന്ന് അഡാപ്റ്റ് ആവേണ്ടത്, പല കാര്യങ്ങളും നമുക്ക് പറയാം. പക്ഷേ ആക്ച്വലി ഈ ഒരു മാച്ച് ഒരു ഐ ലീഗ് ടീമിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. രാജസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജസ്ഥാന്റെ ഡിഫൻസിനെ മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. ഏതായാലും അവസാന മിനിറ്റിലാണ് ആ ഒരു ക്രോസിലൂടെ കോൾഡ് ഒബിയേറ്റ കൃത്യമായിട്ട് വലയിലെത്തി. ആ ഒരു ഗോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മത്സരം ഡ്രോ ആയി. അടുത്ത മത്സരം ഹൈദരാബാദിനെതിരെയാണ്. ഹൈദരാബാദ് ഇപ്പോൾ പേര് മാറ്റി സ്പോർട്ടിംഗ് ഡൽഹി എന്ന പേരിലാണ് കളിക്കുന്നത്. സോ അവർക്കെതിരെ പോലും ഈ ഒരു മത്സരം കളിച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ പറ്റില്ല. കാരണം അത്രയൊരു വാസ്റ്റ് മത്സരമാണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഈ ഒരു വീഡിയോയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരു വാസ്റ്റ് പെർഫോമൻസ് ആണ് എനിക്ക് തോന്നി. ബോൾ എത്തിക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ ബോൾ അടിക്കുന്ന കാര്യത്തിലും ടീം ഒരുപാട് പുറകോട്ട് പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു ടീം ഒരു ഡിഫൻസീവ് ഫുട്ബോളാണ് കാഴ്ചവെച്ച്. ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു ടീമും ക്രോസുകളൊക്കെ കൊടുക്കുന്നത് കണ്ടു, പക്ഷെ ഒന്നും പ്രോപ്പറായിട്ട് വലയിൽ എത്തിക്കാൻ പറ്റിയില്ല. പിന്നെ ടിയാഗോ ആൽവസ് ഈ ഒരു മത്സരത്തിനായി അവൈലബിൾ അല്ലായിരുന്നു. സോ പുള്ളിക്കാരൻ സൈഡ് ബെഞ്ചിൽ പോലും ഇല്ല. എന്താ പരിക്കാന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഡൽഹി കഴിഞ്ഞ നമ്മളെ ഗ്രൂപ്പിൽ മുംബൈ സിറ്റിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. അതായത് ഡൽഹിക്കെതിരെയാണ് കളി കഴിഞ്ഞ മുംബൈക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. മുംബൈക്കെതിരെ ഈ ഒരു കളി കളിച്ചാൽ ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഫെയിലാവും. സോ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് പരിഹരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. സോ നോവ സദോയൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി, പക്ഷെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റിയില്ല. സോ ഇതിലെടുത്ത് പറയേണ്ടത് രാജസ്ഥാൻ യുണൈറ്റഡിന്റെ ഡിഫൻസിന് തന്നെയാണ്. ആ ഒരു ഡിഫൻസിന് കൃത്യമായിട്ടുള്ള സ്പേസ് കാര്യമൊന്നും ബ്ലാസ്റ്റേഴ്സിന് കൊടുത്തിട്ടില്ല. സോ വിങ്ങിലൂടെ അഡ്രിയൻ ലൂണയുടെ കുറച്ച് ക്രോസ് അല്ലാതെ നമുക്ക് പിന്നെ വല്ലതൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. എങ്ങനെ ലാസ്റ്റ് മിനിറ്റ് കോൾഡ് ഒബേറ്റിയോട് ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തു. ആ ഒരു ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. എന്തായാലും ഫസ്റ്റ് മാച്ചാണ്. എന്തായാലും നമുക്ക് അടുത്ത മാച്ചൊക്കെ കണ്ടു തന്നെ അറിയാം ജയിക്കോ പരാജയപ്പെടുന്നുള്ള കാര്യമൊക്കെ. സോ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാവർക്കും